Hello all, welcome to my channel Journey with Sangeeta. Live the moment and hope for the best in future. ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സോ ദിസ് ഈസ് മൈ സെക്കൻഡ് വീഡിയോ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കായിരിക്കും എന്നെ അങ്ങനെ അറിയില്ലായിരിക്കും. സോ മൈ നെയിം ഈസ് സംഗീത. ഞാൻ വർക്ക് ചെയ്യുന്നത് രജിസ്റ്റേർഡ് നഴ്സായിട്ട് UK-യിലാണ്. ഇവിടെ ഞാൻ ഫോറൻസിക് മെൻ്റൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. സോ അത് റിലേറ്റ് ചെയ്തുള്ള വീഡിയോസ് ഞാൻ എന്തായാലും ചെയ്യുന്നുണ്ട്. അത് കാണാൻ ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സോ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ട്രാവൽ വ്ളോഗാണ്. ഞാനിവിടെ UK-യിൽ വന്നതിന് ശേഷം മാത്രമല്ല, എൻ്റെ ലൈഫിലെ ഫസ്റ്റ് ഇൻ്റർനാഷണൽ ട്രിപ്പ് ആണ് ഇന്നത്തെ വീഡിയോ. സോ നമ്മൾ പോകുന്നത് മൊറോക്കോയിലോട്ടാണ്. നമ്മളൊരു 26 മെമ്പേഴ്സ് അടങ്ങുന്ന ഒരു ഗ്രൂപ്പ് ട്രിപ്പായിട്ടാണ് പോകുന്നത്. സോ എൻ്റെ ഫ്രണ്ട്സും എൻ്റെ കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ എന്തൊക്കെ വിശേഷങ്ങൾ ഉണ്ടായിരുന്നു, നമ്മൾ എവിടെയൊക്കെയാണ് പോയത്, അതേപോലെ തന്നെ അവിടെ കണ്ട നല്ല കാര്യങ്ങളും ഇതൊക്കെ നമ്മൾ ഇതിൽ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. സോ അത്രയ്ക്കേ ഉള്ളൂ. അപ്പോൾ ഇതെൻ്റെ സെക്കൻഡ് വീഡിയോ ആയതുകൊണ്ട് തന്നെ വീഡിയോയിൽ കുറച്ച് കുറവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നിങ്ങൾക്ക് അതൊക്കെ കമൻസിലൂടെ അറിയിക്കാം. ഇനി അങ്ങോട്ടുള്ള വീഡിയോസിൽ ഞാൻ അതൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. സോ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഒരു ട്രിപ്പ് പോകാന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ സെറ്റ് ചെയ്യാനുണ്ടാവും അല്ലേ. അതായത് ഡ്രസ്സ്, ഏതൊക്കെ ദിവസം ഇടണം, ഏതൊക്കെ ചെരുപ്പ് എടുക്കണം, അതേപോലെ തന്നെ ഹെയർ സ്റ്റൈൽ ചെയ്ത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഓർഗനൈസ് ചെയ്യാനുണ്ടാവും. അപ്പം നമ്മൾ ഇന്ന് രാത്രിയാണ് നമുക്ക് ഫ്ലൈറ്റ് വരുന്നത്. അപ്പം നമ്മൾ ഹെയറും നെയിലും അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ മാത്രം ബാക്കിയെല്ലാം ഓൾറെഡി പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളെല്ലാവരും നേഴ്സസ് ആയതുകൊണ്ട് നമുക്ക് നഖം വളർത്തുന്നതിലൊരു തീരുമാനം കേട്ടോ. കാരണം നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ നമ്മൾ മിക്കവാറും ഇങ്ങനെ എക്സ്റ്റൻഷൻ നെയിൽസ് ആണ് വെക്കാറ്, നമ്മുടെ ഒരു സമാധാനത്തിന്. അങ്ങനെ നമ്മൾ ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് ഉണ്ടായത് ബാഗ് ഒന്ന് സെറ്റ് ചെയ്യാനാട്ടോ. കാരണം നമുക്ക് 10 കിലോ ആണ് അലവൻസ് ഉണ്ടായിരുന്നത്. അപ്പം അത് ആ ബാഗിൽ കൊള്ളിക്കുക എന്നുള്ളത് കുറച്ചൊരു കഷ്ടപ്പാടായിരുന്നു. എന്നാലും നമ്മളെല്ലാവരും കൂടി അഡ്ജസ്റ്റ് ചെയ്ത് എങ്ങനെയൊക്കെയോ ബാഗ് പാക്ക് ചെയ്ത് സെറ്റാക്കി. ഇനി നമ്മൾ നേരെ ബസ് കയറാൻ പോകാട്ടോ. നമ്മൾ ബസ് കയറിയിട്ട് ഗാഡ്വിക് എയർപോർട്ടിലോട്ടാണ് പോകുന്നത്. അവിടെ നിന്നാണ് നമുക്ക് മൊറോക്കോയിലോട്ട് ഫ്ലൈറ്റ് വരുന്നത്. നമുക്ക് ഇവിടുന്ന് ഒരു 2.5-3 hours ട്രാവൽ ഉണ്ട്. ഇനിയിപ്പോൾ ബസ്സിൽ കയറി കഴിഞ്ഞാൽ ഉറങ്ങാൻ പറ്റുമെന്നൊന്നും അറിയില്ല, എക്സൈറ്റ്മെൻറ്റ് കാരണം. എന്തായാലും ഇനി നമുക്ക് എയർപോർട്ടിൽ നിന്നുള്ള വിശേഷങ്ങൾ കാണാം കേട്ടോ. നമ്മളങ്ങനെ കറക്റ്റ് സമയത്ത് തന്നെ എയർപോർട്ട് എത്തിയിട്ടോ. നമ്മൾ ചെക്കിനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. എല്ലാവരുടെ ബാഗും വെയിറ്റും കാര്യങ്ങളൊക്കെ ഓക്കെ ആയിരുന്നു. പിന്നെ നമ്മൾ ഇനി ഗേറ്റിൽ വെയിറ്റ് ചെയ്യാണ്. അപ്പം നമ്മളിവിടെ ഡ്യൂട്ടി ഫ്രീയിലൂടെ എല്ലാം വെറുതെ ഇങ്ങനെ നടന്ന് എല്ലാം കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. വളരെ ക്ഷീണിതയാണ്. ഞാൻ നന്നായി ഉറങ്ങി. ബസ്സിൽ കിടന്ന് ശരിക്കും റൂമിൽ കിടന്ന് ഉറങ്ങണം പോലെ ഉറങ്ങി. സോ അതിൻ്റെ ഒരു ക്ഷീണം ആയിട്ടില്ല മാത്രമല്ല. അക്ഷര തീരെ ഉറങ്ങിയില്ല. അക്ഷര നൈറ്റ് ഡ്യൂട്ടീൻ്റെ ഒരു ഇതിലാണ് ഇപ്പോഴും. അതുകൊണ്ട് അക്ഷരക്ക് ഇതുവരെ മര്യാദക്ക് ഉറങ്ങാൻ പറ്റില്ല. ഞാനും കുറച്ച് ഉറങ്ങിയിട്ടാണ്. നമ്മൾ ഇപ്പോൾ ഗാഡ്വിക് എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. നമ്മളിനി ഇവിടുന്ന് നമ്മളെ സ്ഥലത്തോട്ട് പോകണം. Claudia and the rest of the fantastic Gatwick-based crew. Shortly we'll be closing up the doors, pushing back, taking off towards the west and then heading south over the channel, expecting a really fast flight time of 3 hours, and there is some forecasted turbulence just halfway through Spain, about hour and a half, 2 hours into the flight. So if the seatbelt signs, please obey all the crew instructions at all times. നമ്മളിപ്പോൾ മൊറോക്കോയിൽ എത്തിയിട്ടോ. എന്താ അക്ഷരം? മറാക്കേഷ് എന്നാണ് ഈ എയർപോർട്ടിന്റെ പേര്. അധികം ക്യൂവും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മളെ വെരിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കഴിഞ്ഞിട്ടോ. ഇനി നമ്മൾ ഇവിടുന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ നമ്മളെ ട്രാവൽ ഗ്രൂപ്പ് നമ്മളെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നമ്മൾക്കൊരു ട്രാൻസ്പോർട്ടും എല്ലാം കാര്യങ്ങളെല്ലാം അവർ തന്നെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. നമ്മളൊരു 26 മെമ്പേഴ്സ് ആയിട്ടാണ് ട്രാവൽ ചെയ്യുന്നത്. ഇനി നമ്മൾ ആദ്യം പോകുന്നത് ബഹിയ പാലസിലോട്ടാണ്. അവിടുത്തെ ആർക്കിടെക്ചറും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. പിന്നെ ഒരു ഓപ്പൺ ഏരിയ ഉണ്ടായിരുന്നു. അവിടെ കുറേ ഓറഞ്ച് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നേ. പക്ഷെ നമ്മൾ ചോദിച്ച സമയത്ത് അവർ പറഞ്ഞു അതൊന്നും കഴിക്കാൻ പറ്റില്ല, ഭയങ്കര കയ്പ്പായിരിക്കും എന്നുള്ളത്. പിന്നെ നമ്മൾ അതിലൂടെ എല്ലാം ചുറ്റിക്കറങ്ങി കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. നല്ല തിരക്കുണ്ടായിരുന്നു, ഫുൾ ടൂറിസ്റ്റ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പിന്നെ നമ്മൾ അതിൻ്റെ കാഴ്ചകളെല്ലാം കണ്ട് നല്ല വീഡിയോസും ഫോട്ടോസെല്ലാം എടുത്ത് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ.
ഇനി നമ്മൾ നെക്സ്റ്റ് പോകാൻ പോകുന്നത് ഒരു സിറ്റിയിലോട്ടാണ്. നമുക്കിവിടെ ട്രാവൽ ടൈം ഭയങ്കര കൂടുതലാണ്, വൺ പ്ലേസ് ടു അനദർ. സോ അവർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ കുറച്ച് റഷ് ചെയ്യേണ്ടി വരും, കാരണം ടൈം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ സിറ്റിയിലോട്ട് എന്താ പറയുക, ഇവിടുത്തെ ആർക്കിടെക്ചറും ട്രഡീഷണൽ ഐറ്റംസ് എല്ലാം കണ്ടുകൊണ്ട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തു. അവിടുത്തെ സ്ട്രീറ്റ് ഫുഡ് ട്രൈ ചെയ്തു, കുഴപ്പമില്ലായിരുന്നു. ഇനി നമ്മൾ കഴിച്ച ഫുഡിൻ്റെ ഇതുകൊണ്ടാണോ എന്നറിയില്ല, നമുക്ക് അത്ര അടിപൊളി എന്ന് പറയാനൊന്നും പറ്റില്ല, എന്നാലും കുഴപ്പമില്ലാതെ നമ്മൾ ഫുഡെല്ലാം കഴിച്ച് അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് മെല്ലെ നമ്മൾ നെക്സ്റ്റ് സ്ഥലത്തോട്ട് മൂവ് ചെയ്യാൻ പോവാട്ടോ. നമ്മളിപ്പോൾ 4 ദിവസം ട്രാവൽ ചെയ്യുന്നതിൽ ഞാൻ ഇങ്ങനത്തെ വ്യൂസ് കണ്ടത് വളരെ കുറവാട്ടോ, കുറച്ച് ഗ്രീനറി ആയിട്ടുള്ളത്. കാരണം മിക്കവാറും ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള ഏരിയാസാണ് നമ്മൾ മൊറോക്കോയിൽ ട്രാവൽ ചെയ്ത എല്ലാ ദിവസങ്ങളും കണ്ടിട്ടുള്ളത്. അപ്പം ചില സ്ഥലങ്ങളിൽ മാത്രം നമ്മൾ നല്ല മൗണ്ടെയിൻസും അറ്റ്ലസ് മൗണ്ടെയിൻസ് എല്ലാം നല്ല വ്യൂവും ചില സ്ഥലത്ത് കാണാൻ പറ്റി. പക്ഷെ മോസ്റ്റ് ഓഫ് ദി പ്ലേസ് നമ്മൾ പോയത്, നമ്മൾ കണ്ടതിരിക്കുന്നത് കുറച്ച് ഡ്രൈ ഏരിയ ആണ്. പിന്നെ നമ്മൾ വന്നേക്കുന്നത് നാച്ചുറൽ കോസ്മെറ്റിക്സും റോസ് വാട്ടറൊക്കെ മേക്ക് ചെയ്യുന്ന ഒരു സ്ഥലത്തേക്കാണ്. പക്ഷെ അതിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ ഞാൻ വീഡിയോ എടുത്തതിനേക്കാൾ പുറത്തുള്ള കാഴ്ചകളാണ് കൂടുതൽ എടുത്തത്. കാരണം നമുക്ക് അവിടെ നിന്ന് സ്ട്രെയിറ്റ് നോക്കി കഴിഞ്ഞാൽ അറ്റ്ലസ് മൗണ്ടെയിൻ ക്ലിയർ ആയിട്ട് കാണാമായിരുന്നു. അതുപോലെ തന്നെ നമ്മളെല്ലാവരും അവിടെ നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. കാരണം ബാക്ക് വ്യൂ ഒരു രക്ഷയില്ല, നിങ്ങൾക്ക് ഇതിനകത്ത് കാണാം. അപ്പോൾ ഇന്നത്തെ ദിവസത്തെ കാഴ്ചകൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം നമ്മൾ റൂമിലോട്ട് ചെക്ക് ഇൻ ചെയ്യാൻ പോവാണ്. അതിനു മുന്നേ നമുക്ക് ഇന്നത്തെ ദിവസത്തെ കുറച്ച് മെമ്മറീസ് ക്രിയേറ്റ് ചെയ്താലോ. നമ്മളങ്ങനെ റൂമിൽ ചെക്ക് ഇൻ ചെയ്തു. പിന്നെ ഇവിടുത്തെ റൂമിൻ്റെ കാര്യം പറയാതിരിക്കാൻ വയ്യ, നല്ല ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു സ്റ്റേ തന്നെയാണ് നമ്മൾ ട്രാവൽ ഗ്രൂപ്പ് അറേഞ്ച് ചെയ്തേക്കുന്നത്. നമ്മൾ എല്ലാ ദിവസത്തെ സ്റ്റേ നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ റൂമിൽ തന്നെ നമുക്കൊരു ചെറിയ ബാൽക്കണി ആയിട്ടുണ്ട്. ഇവിടെ പിന്നെ കോമൺ ആയിട്ട് ഒരു പൂൾ ഏരിയയും കൂടി വരുന്നുണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ പോയ സമയത്ത് നല്ല തണുപ്പായതുകൊണ്ട് പൂളിലൊന്നും ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു, ഭയങ്കര തണുപ്പായിരുന്നു നമുക്ക്. അതുകൊണ്ട് അത് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ നമ്മൾ ഡിന്നറൊക്കെ കഴിച്ച് ഇനി നമുക്ക് നെക്സ്റ്റ് ഡേ കാണാം. ഹലോ, അപ്പോൾ നമ്മൾ ഡേ 2 ആയിട്ടുണ്ട്. നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്തെടുക്കുന്നത് നമ്മൾ വെക്കേറ്റ് ചെയ്തു. ഇനി നമ്മൾ ഇന്ന് ആദ്യം പോകാൻ പോകുന്നത് അറ്റ്ലസ് സ്റ്റുഡിയോയിലോട്ടാണ്. പക്ഷെ അത് പോകുന്നതിന് മുന്നേ തന്നെ നമ്മൾ കുറേ വ്യൂ കിട്ടിയിട്ടോ. നല്ല അറ്റ്ലസ് മൗണ്ടെയിൻ്റെ കിടിലം വ്യൂസാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. അപ്പം നമ്മൾ ഈ പോകുന്ന അറ്റ്ലസ് സ്റ്റുഡിയോ കുറേ ഫേമസ് ഫിലിംസ് ഷൂട്ട് ചെയ്തേക്കുന്ന സ്റ്റുഡിയോ ആണ്. ഇവിടെ മെയിനായിട്ട് ഗെയിം ഓഫ് ത്രോൺസ്, ഗ്ലാഡിയേറ്റർ, അതേപോലെ തന്നെ കിങ്ഡം ഓഫ് ഹെവൻ, അലക്സാണ്ടർ ദ മേക്കിംഗ് ഓഫ് എ ഗോഡ്, അങ്ങനെയുള്ള കുറേ മൂവീസ് ഇവിടെ ഇവർ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുറേ കാഴ്ചകളും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവർ എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. നമ്മളെല്ലാവരും കുറേ കാര്യങ്ങളൊക്കെ കണ്ടു. പിന്നെ നിങ്ങൾ ഈ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഓർമ്മ വന്നോ? എനിക്കിത് കണ്ടപ്പോൾ ആദ്യം തന്നെ ഓർമ്മ വന്നത് നമ്മളെ ബാഹുബലി ഫിലിമിലെ മഹിഷ്മതി കൊട്ടാരാട്ടോ. പക്ഷെ അതെന്തായാലും ഇവിടെയല്ല ഷൂട്ട് ചെയ്തത്, അത് നമ്മുടെ ഹൈദരാബാദിലെ രാമോജി ഫിലിം സിറ്റിയിലാണ് ഷൂട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇവിടെയുള്ള പല കാഴ്ചകളും നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓരോ ഫിലിമിൻ്റെ ഇവിടുത്തെ ഇതിന് മുന്നേ ചെയ്തിരിക്കുന്ന പല ഫിലിമിൻ്റെ സ്റ്റുഡിയോസ് അവർ അതുപോലെ തന്നെ വെച്ചേക്കുന്നതാണ്. പിന്നെ നമ്മൾ ഒരു ബുദ്ധൻ്റെ സ്റ്റാച്യൂസ് ഉള്ള ഒരു ഏരിയയിലോട്ട് പോയി അവിടുത്തെ കാഴ്ചകളും എല്ലാം കണ്ട് അതെല്ലാം അവർ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. അതുപോലെ തന്നെ അവിടെ ഷൂട്ട് ചെയ്ത ഫിലിമിൻ്റെ വീഡിയോസും ഒക്കെ നമുക്ക് പ്ലേ ചെയ്ത് അവർ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. ഇനി നമ്മൾ പോകുന്ന ഡെസ്റ്റിനേഷനാണ് ഞങ്ങളെല്ലാവരും കാത്തിരുന്നത്, ക്യാമൽ ട്രക്കിംഗ്. സോ നമ്മൾ സഹാറ മരുഭൂമിയിലോട്ടാണ് പോകുന്നത്. പിന്നെ അവിടെയുള്ള കുറച്ച് കാഴ്ചകൾ മാത്രമേ എനിക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുള്ളൂ, കാരണം ഒട്ടകത്തിൻ്റെ പുറത്ത് കയറി കഴിഞ്ഞപ്പോൾ പിന്നെ വീഡിയോസും കാര്യങ്ങളും എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അപ്പം നമ്മൾ ഒട്ടകത്തിൻ്റെ മുകളിൽ കയറി ഒരു റൗണ്ട് അതിൻ്റെ പുറകെ കാഴ്ചകളെല്ലാം കണ്ട് ഒരു സൺസെറ്റ് എല്ലാം കണ്ടിട്ട് നമ്മൾ തിരിച്ചെത്തി. അപ്പം അത്രയാണ് ഇന്നത്തെ വിശേഷം. അപ്പം നമുക്ക് മെമ്മറി ക്രിയേറ്റ് ചെയ്താലോ. സെക്കൻഡ് ഡേ സ്റ്റേ നമുക്ക് ടെൻറ്റിലായിരുന്നു, നല്ല പ്രീമിയം ടെൻറ്റ് തന്നെയായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും ഉറങ്ങട്ടെ. ഇനി നമുക്ക് ഡേ 3 കാണാം. നമ്മളെല്ലാവരും ഏർലി മോർണിംഗ് എണീറ്റിട്ട് പോകുന്നത് സ്ക്വാഡ് ബൈക്കിങ്ങിനാട്ടോ. നമ്മളെല്ലാവരും ലുക്ക് ഫോർവേഡ് ചെയ്ത വേറൊരു കാര്യമാണ് സ്ക്വാഡ് ബൈക്കിങ്. ഏർലി മോർണിംഗ് തന്നെ നമ്മളിതിന് പോകണം, എന്നാലേ നമുക്ക് സൺറൈസ് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് അതിൻ്റെ കാഴ്ചകൾ കാണാം.
ഇതെന്തായാലും ഒരു ബെസ്റ്റ് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കേട്ടോ. ഞാനിതിൽ സിംഗിൾ സ്ക്വാഡ് ബൈക്കാണ് സെലക്ട് ചെയ്തത്. നമുക്ക് 2 പേർക്കായിട്ട് സെലക്ട് ചെയ്യായിരുന്നു. പക്ഷേ ഇതെനിക്ക് ഒറ്റയ്ക്ക് എന്തോ എക്സ്പീരിയൻസ് ചെയ്യണം എന്നൊരു ആഗ്രഹം വന്നുകൊണ്ട് ഞാൻ സിംഗിൾ ബൈക്കാണ് സെലക്ട് ചെയ്തത്. അപ്പം നമ്മൾ ഇനി സൺറൈസ് കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം ഞങ്ങളെല്ലാവരും നല്ലൊരു ബെസ്റ്റ് സൺറൈസ് കണ്ട് തിരിച്ച് ടെൻറ്റിലെത്തിയിട്ടുണ്ട്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡിയാണ്. നമ്മളിനി എല്ലാവരും വേറൊരു ഡെസ്റ്റിനേഷനിലോട്ട് പോകാനുണ്ട്. നമ്മൾ വണ്ടി പെട്ടെന്ന് വരും. അപ്പം നമ്മളെല്ലാവരും ഡ്രസ്സപ്പ് ചെയ്ത് റെഡിയായി നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതിന് മുന്നേ ഇവിടെ നല്ല സൺലൈറ്റ് നമുക്ക് കിട്ടുന്ന ഒരു ഏരിയ ആണ്. അപ്പം UK നിന്നിട്ട് സൺലൈറ്റ് എല്ലാം മിസ് ചെയ്തുകൊണ്ട് ഇവിടെ സണ്ണിനെ കണ്ടപ്പോൾ പെട്ടെന്ന് എനിക്ക് പോകാൻ തോന്നിയില്ല കേട്ടോ. അപ്പം ഞാൻ അവിടെ പുറത്ത് കുറച്ച് സൺലൈറ്റ് എല്ലാം കിട്ടി കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തിട്ടാണ് ഡ്രസ്സ് മാറാനായിട്ട് പോയത്. ഇനി നമ്മൾ ആദ്യം പോകാൻ പോകുന്നത് മൊറോക്കൻ ട്രഡീഷണൽ ക്ലോത്ത്സ് വെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് മുന്നേ നമുക്ക് കുറച്ച് മെമ്മറീസ് ക്രിയേറ്റ് ചെയ്താലോ. അപ്പം ഞങ്ങൾ 3 ട്രഡീഷണൽ വെയർ ഒക്കെ ഇട്ട് റെഡി ആയിട്ടോ. നമ്മൾ 3 സെലക്ട് ചെയ്തേക്കുന്നത് റെഡാണ്. എന്താല്ലേ എന്നെ നോക്കിയപ്പോൾ ഒരു മൊറോക്കൻ ലേഡീനെ പോലെ ഇല്ലേ? എനിക്ക് തന്നെ ചിരിവരെ വരുന്നത് എന്നെ കണ്ടിട്ട്. എന്നാലും പിന്നെ എല്ലാവരും ഇട്ടുകൊണ്ട് വലിയ കുഴപ്പമില്ലായിരുന്നു കേട്ടോ. പിന്നെ നമ്മളെല്ലാവരും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരെ അവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ട് എത്തിയിരിക്കുന്നത് ഈ സ്ഥലത്താട്ടോ. ഇവിടെ പറയുന്നത് റെഡ് റോക്ക് ഫോർമേഷൻ എന്നാണ്. കാരണം ഇവിടെയുള്ള എല്ലാ റോക്സും ഭയങ്കര ഹൈറ്റിലും അതുപോലെ തന്നെ എല്ലാം ഒരു റെഡിഷ് കളറിലുമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ അവിടെ കുറച്ചുകൂടെ സ്പെൻഡ് ചെയ്തു. പിന്നെ നമ്മൾ പോയേക്കുന്നത് മങ്കി ഫിംഗേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്താണ്. അവിടെ അങ്ങനെ പേര് വരാൻ കാരണം അവിടുത്തെ റോക്സ് കാണുമ്പോൾ നമുക്ക് മങ്കീസിൻ്റെ ഫിംഗേഴ്സ് പോലെ ഉണ്ടാവുന്നതാണ് ആൾക്കാർ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ദിവസം. അപ്പം നമുക്ക് മെമ്മറീസ് ക്രിയേറ്റ് ചെയ്യാം. അപ്പം നമ്മൾ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തിട്ടോ. ഈ ഹോട്ടലും പറയാതിരിക്കാൻ വയ്യ. നല്ല വ്യൂവും അതുപോലെ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള സ്പേഷ്യസ് ആയിട്ടുള്ള റൂമുമാണ് നമുക്ക് 3 കൂടി കിട്ടിയേക്കുന്നത്. ഇന്നത്തെ നൈറ്റ് നമുക്ക് ട്രഡീഷണൽ സ്റ്റൈൽ കാൻഡിൽ ലൈറ്റ് ഡിന്നർ ആട്ടോ അവർ ഒരുക്കിയേക്കുന്നത്. നമ്മളപ്പോൾ നല്ലോണം ഫുഡെല്ലാം കഴിച്ച് എല്ലാവരും ഇന്നത്തേക്ക് നല്ല ടയേർഡാണ്. അപ്പോൾ നമുക്കിനി നാളെ രാവിലെ കാണാം. സോ ഗുഡ് നൈറ്റ്. അപ്പോൾ ഇത് നമ്മളെ ലാസ്റ്റ് ഡേ ആട്ടോ. നമ്മൾ ഇന്ന് ആദ്യമായിട്ട് പോകുന്നത് കസ്ബയിലോട്ടാണ്. അതായത് പണ്ട് കാലത്ത് ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഇവിടുത്തെ ആൾക്കാർ നിർമ്മിച്ച കുറേ കോട്ടകളും മതിലുകളും ഒക്കെയാണ് ഇവിടെ നമുക്ക് മെയിനായിട്ട് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇതിലൂടെ നടക്കുമ്പോൾ നമ്മൾ കുറേ കുഞ്ഞു കുഞ്ഞു അറകളൊക്കെ കാണാൻ പറ്റും കേട്ടോ. ഇവർ ഇതൊക്കെ ഒളിച്ചിരിക്കാൻ വേണ്ടി ഉപയോഗിച്ചതായിരിക്കും. പിന്നെ ഇവിടെ ലൈവായിട്ട് കുറേ ആൾക്കാർ പിക്ചേഴ്സ് വരക്കുന്നുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു പിക്ചേഴ്സൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഇത്രയും ഹൈറ്റിലായിരിക്കുന്നു പ്രതീക്ഷിച്ചില്ല കേട്ടോ. നല്ല വ്യൂ ആയിരുന്നു അവിടെ നിന്ന് നോക്കുമ്പോൾ. അങ്ങനെ നമ്മൾ അവിടെ ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ അവിടെ നിന്ന് എടുത്ത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുവാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇന്നത്തെ മെമ്മറി ക്രിയേറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ബ്യൂട്ടിഫുൾ 4 days ഇവിടെ എൻഡ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ തിരിച്ചു പോവാണ് എല്ലാവരും. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. പിന്നെ മൊറോക്കോയിലോട്ട് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്ന നിങ്ങളെ ഫ്രണ്ട്സിന് എന്തായാലും ഈ വീഡിയോ അയച്ചെടുക്കുക. സോ വേറൊരു വീഡിയോ ആയി വീണ്ടും കാണാം.